24 ബ്രേക്കിങ്ങിലേക്ക് സ്വാഗതം. പത്താംകോട്ടിലെ യുദ്ധവിവരങ്ങൾ നമുക്ക് അശ്വിനിയോട് ചോദിച്ച് അറിയാം. നടന്നു മയക്കം പിടിച്ചോണ്ട് ജനങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അതായത് ഇവിടെ വലിയ ഭൂകമ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പടക്കം പൊട്ടുന്നോട്ടാണ് മിസൈലുകൾ വന്ന് വീഴുന്നത്. ഹലോ ഹലോ, ഇവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് വിവരിച്ചു കൊടുക്കാമോ? എന്നാലും മഴക്കാലമാണ്. വിവരിച്ചു കൊടുക്കാമോ? അന്തരീക്ഷം നല്ല തെളിഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ല, ഇവിടുത്തെ നാട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് യുദ്ധാവസ്ഥ ഭയങ്കര ദരിദ്രവാസികളായിരിക്കും. അതായത് അതായത് അജിത് കുമാർ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യക്കാർ വന്ന് ഇവിടെ ബോംബിടുന്നത് കൊണ്ട് ഇവിടുത്തെ പാകിസ്ഥാൻകാരികൾക്ക് ചോറ് തിന്നാനായിട്ട് ഒരു അരി പോലും കിട്ടുന്നില്ല എന്നാണ്. പാകിസ്ഥാൻകാർക്ക് ഓരോ അരി മണി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതും ഒരു അതായത് ഇന്ത്യയിലുള്ളവരുടെ കുറച്ച് നേരത്തേക്ക് മാറിക്കുക. അതായത് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവനും പാവപ്പെട്ട നാട്ടുകാർക്ക്, ക്രൂരന്മാരല്ലാത്ത ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാർക്ക് ഇന്ത്യക്കാർ 1 കിലോ വെച്ച് അരി കൊടുക്കുന്നതാണ്. അല്ല, 1 കിലോ ഹലോ, ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയോ? യോജിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ മലയാളിയാണോ? അതെ, ഞാൻ മലയാളി. പാകിസ്ഥാനിൽ ജീവിക്കുന്ന മലയാളിയാണ്. പറയാനുള്ളത്, ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങളുടെ വീടുകളെല്ലാം തകർത്ത് കളഞ്ഞു. ഞങ്ങൾക്ക് തിന്നാനൊരു അരിമണി പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതിനർത്ഥം അവർ അരിമണി പോലും തരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാർ ഇവർക്ക് എല്ലാവർക്കും ഓരോ അരിമണി വെച്ച് പാകിസ്ഥാൻകാർക്ക് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ഗാനം എന്നും പറയുന്നു. ഇന്ത്യക്കാർ എല്ലാവരും കൂടി ചേർത്താണ് ഇത് കൊടുക്കുന്നത്, ഓരോ അരിമണി വെച്ച്. ഇന്ത്യക്കാരുടെ അതിപ്പോ പറയാൻ പറ്റില്ല. ഒച്ചയിൽ നമുക്ക് പറയാനുള്ള ഇതില്ല. ചേച്ചി പറയൂ. ഓരോ അരിമണി വെച്ച് നമ്മുടെ ഇന്ത്യക്കാരെ പാകിസ്ഥാൻകാർക്ക് കൊടുക്കും.